മലപ്പുറത്ത് ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായ വ്യക്തിയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളാണ്. ക്രിക്കറ്റ് മത്സരത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മംഗളൂരുവിൽ അത്യന്തം ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. മലപ്പുറം സ്വദേശിയായ അഷ്റഫ് എന്ന യുവാവാണ് ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിനിടെയാണ് തർക്കമുണ്ടാവുകയും ഇയാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അത്യന്തം ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. കൊല്ലപ്പെട്ട അഷ്റഫിൻ്റെ മൃതദേഹം. ശാന്തകുമാർ ചേരുന്നു വിവരങ്ങളുമായി. ശാന്തകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് പിടിയിലായിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ? മംഗളൂരു പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട എന്നതാണ്. കഴിഞ്ഞ ദിവസം ഈ ആൾക്കൂട്ട ഉണ്ടാവുന്നതും ഇത് ശബ്ദം ബ്രേക്കായി പോകുന്നുണ്ട്. ശാന്തകുമാറിലേക്ക് തിരിച്ചെത്താം. കേസിൽ ഇതുവരെ 20 പേർ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിനിടെയാണ് വാക്കുതർക്കമുണ്ടാവുകയും അഷ്റഫ് എന്ന മലപ്പുറം സ്വദേശിയെ ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയനാക്കുകയും ചെയ്തത്. അദ്ദേഹം അതിനെ തുടർന്ന് മരണമടയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ മലപ്പുറത്ത് വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഖബറടക്കം മലപ്പുറം പറപ്പൂർ ജുമാ മസ്ജിദിലാണ് നടക്കുന്നത്. ഒരു നാട് മുഴുവൻ ഞെട്ടി നിൽക്കുകയാണ്. ആൾക്കൂട്ട കൊലപാതകത്തിന് ഒരാൾ ഇരയായിരിക്കുന്നു. നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞതുപോലെ ഏതായാലും കേരളമാകെ ഞെട്ടുന്ന വാർത്ത തന്നെയാണ്. ഒരു ആൾക്കൂട്ട കൊലപാതകം, അതും ഒരു ക്രിക്കറ്റ് കളിക്കിടെ മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള ഒരു മനുഷ്യൻ അവിടെ പോകുന്നു. അവിടെ ചെറിയ തർക്കം ആ പ്രദേശത്തുള്ള ഒരാളുമായി ഉണ്ടാകുന്നു. അത് പിന്നീട് ഇത്ര വലിയ അതിക്രൂരമായ ഒരു സംഭവത്തിലേക്ക് എത്തുകയാണ്. അതാണ് മംഗലാപുരത്ത് കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ 25 പേരടങ്ങുന്ന സംഘം മലയാളിയായ അഷ്റഫിനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നത്. ആ മർദ്ദിക്കുന്നത് തന്നെ ക്രിക്കറ്റ് ബാറ്റ്, സ്റ്റെമ്പ് മുതലായ വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു. ഇവ കൊണ്ടുള്ള അടിയേറ്റ് ആന്തരിക രക്തസ്രാവം ഉണ്ടായി അവിടെ കിടന്ന അഷ്റഫിനെ 2 മണിക്കൂർ സമയത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ വിവരമറിഞ്ഞ് പോലീസ് എത്തുന്നതും ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതുമെല്ലാം. അപ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു.
ഏതായാലും അഷ്റഫിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് മംഗലാപുരത്തെ വെൻലോക്ക് ആശുപത്രിയിലെത്തി ഇത് അഷ്റഫ് തന്നെയാണ്, മൃതദേഹം അഷ്റഫിന്റെ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് തങ്ങളുടെ അന്വേഷണം തുടരുന്നു എന്ന് തന്നെയാണ്. കുടുംബത്തിനോട് നിലവിൽ എന്താണ് ഇങ്ങനെ ഒരു ആൾക്കൂട്ടം അഷ്റഫിനെ മർദ്ദിക്കുന്നതിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഈ ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം, ആ തർക്കം ഇത്തരത്തിലൊരു ആൾക്കൂട്ട മർദ്ദനത്തിലേക്ക് എത്തി എന്നതാണ് കുടുംബത്തിന് പോലീസ് നിലവിൽ നൽകിയിരിക്കുന്ന വിവരം. അതേസമയം കുടുംബം പോലീസിന്റെ നിലവിലുള്ള നടപടികളിൽ തൃപ്തരാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ സഹോദരൻ ജബ്ബാർ നമ്മോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് തന്നെ പറഞ്ഞത് നിലവിൽ ഇതുവരെയുള്ള കർണാടക പോലീസിന്റെ അന്വേഷണവും ഒപ്പം തന്നെ അവർ സ്വീകരിച്ച നടപടികളും തൃപ്തികരമാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു, ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ആളെ തിരിച്ചറിയുന്നില്ല എങ്കിൽ പോലും ആ സമയത്തിനുള്ളിൽ ഈ കൊലപാതകത്തിൽ പങ്കാളികളായ 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് മികച്ച രീതിയിലുള്ള അന്വേഷണം നടന്നതുകൊണ്ട് തന്നെയാണ് എന്നാണ് കുടുംബത്തിന്റെ വിശ്വാസം. അതാണ് കുടുംബം ഇന്ന് രാവിലെ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം വിവാദങ്ങളെ കുറിച്ചൊന്നും പക്ഷേ പോലീസ് പ്രതിപാദിക്കുന്നില്ല. നിലവിൽ പോലീസിന്റെ FIR-ൽ അത്തരം പരാമർശങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആൾക്കൂട്ടം 25ഓളം വരുന്ന ആളുകൾ ചേർന്ന് അഷ്റഫിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അഷ്റഫിന്റെ കുടുംബം പറയുന്നത് ഇദ്ദേഹം മാനസിക അസ്വസ്ഥമുള്ള ആളാണ്. 6 ആശുപത്രികളിൽ പല തവണകളായി ഇദ്ദേഹം ചികിത്സ തേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും, പിന്നീട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. ആ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഇദ്ദേഹം മംഗലാപുരത്തും എത്തുന്നത്. അങ്ങനെ മംഗലാപുരത്ത് എത്തിയ ഇദ്ദേഹം അവിടെ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കി വരുമാനം കണ്ടെത്തി. അങ്ങനെയാണ് അവിടെ വരുമാനം കണ്ടെത്തിയിരുന്നത്. ഇടയ്ക്ക് വീട്ടിൽ വരും. വയനാട് പുൽപ്പള്ളിയിൽ ഇവരുടെ ഈ സഹോദരന്മാർക്കൊക്കെ കൂടിയുള്ള ഒരു കച്ചവടമുണ്ട്. അങ്ങനെ ആ കച്ചവടത്തിന്റെ ഭാഗമായാണ് വയനാട് പുൽപ്പള്ളിയിൽ താമസമാക്കുന്നത്. മലപ്പുറത്താണ് ജന്മദേശം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പുലർച്ചെ ഒരു 3:30യോടുകൂടി പോലീസിൽ നിന്ന് ഏറ്റുവാങ്ങിയ മൃതദേഹം വെൻലോക്ക് ആശുപത്രി മോർച്ചറിയിൽ നിന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങിയ മൃതദേഹം മംഗലാപുരത്തെ മസ്ജിദിൽ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം മലപ്പുറത്തെ പറപ്പൂരിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയിരുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ അഷ്റഫ് ഏതെങ്കിലും തരത്തിൽ ആളുകളോട് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആളല്ല എന്ന് സഹോദരൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സഹോദരൻ അവിടെ മംഗലാപുരത്ത് എത്തി അവിടെ ഉണ്ടായിരുന്ന ഈ സംഭവം നടന്ന സ്ഥലത്തും അന്വേഷിച്ചിരുന്നു. ആ സമയത്തും ലഭിച്ച വിവരങ്ങൾ ആരോടും അത്തരത്തിൽ മോശമായ ഒരു പെരുമാറ്റം ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു പ്രകോപന കാരണമായത്, ഏത് സാഹചര്യത്തിലാണ് അഷ്റഫിനെ ഇങ്ങനെ 25 പേർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു സംഭവങ്ങളുടെ തുടക്കം ഒരു വ്യക്തിയിൽ നിന്നാണ് എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. ഈ ഒരു ഗ്രൗണ്ടിൽ, ക്രിക്കറ്റ് മത്സരം നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുടുപ്പു സ്വദേശി സച്ചിൻ ആണ് ആദ്യമായി അഷ്റഫുമായി ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്നത്. ആ വാക്ക് തർക്കമാണ് പിന്നീട് എല്ലാവരും ചേർന്ന് അഷ്റഫിനെ മർദ്ദിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ ക്രിക്കറ്റ് ബാറ്റ്, സ്റ്റെമ്പ് മുതലായ വസ്തുക്കൾ കൊണ്ട് അടിച്ച് താഴെ വീഴ്ത്തുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നത്. പിന്നീട് 2 മണിക്കൂർ നേരം അഷ്റഫിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്ന വളരെ സങ്കടകരമായ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ചികിത്സ ലഭിക്കാൻ വൈകിയതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യം പറയുന്നുണ്ട്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. ഒരുപക്ഷെ ആ സമയത്ത് ഈ മർദ്ദനമേറ്റ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അഷ്റഫിന്റെ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതേണ്ടത്. ഏതായാലും അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും. സംഭവത്തിൽ ഏതായാലും പോലീസിന്റെ മറ്റ് നിലകളിലുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്.
ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? നമുക്ക് 20ഓളം പേർ പിടിയിലായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവരൊക്കെ ആരാണ്? അവരുടെ പശ്ചാത്തലം എന്താണ്? എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? ഈ കുടുപ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകൾ തന്നെയാണ് പിടിയിലായിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ അവിടെ ക്രിക്കറ്റ് കളിയിൽ ഏർപ്പെട്ട ആളുകളാണ് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. യതിരാജ്, സച്ചിൻ, അനിൽ, സുശാന്ത്, ആദർശ് എന്നിവരാണ് അവസാനമായി പിടിയിലാകുന്നത്. ഇന്നലെ രാത്രിയാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനു മുന്നേ തന്നെ ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസ് കുടുപ്പ് സ്വദേശികളായ ടി സച്ചിൻ, ദേവദാസ്, മഞ്ജുനാഥ്, നടേശകുമാർ, ദീക്ഷിത് കുമാർ, വിവിയൻ അൽവാരിസ്, ശ്രീദത്ത, പ്രദീപ് കുമാർ, ധനുഷ്, ദീക്ഷിത്, കിഷോർ കുമാർ, ഒപ്പം പെദമാലെ സ്വദേശി സായിദീപ്, വാമഞ്ചൂർ സ്വദേശി സന്ദീപ്, വിജയ് സ്വദേശി രാഹുൽ, പദവ് സ്വദേശി മനീഷ് ഷെട്ടി എന്നിവരെ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവരുടെ പശ്ചാത്തലം സംബന്ധിച്ച കാര്യങ്ങളിൽ പോലീസ് ഒരു വ്യക്തത, അതായത് ഇവർക്ക് ഏതെങ്കിലും ഒരു സംഘടനകളുമായൊക്കെയുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസ് ഔദ്യോഗികമായി പറയുന്നില്ല. പക്ഷേ ഇവർ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് എന്ന രീതിയിലാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് മത്സരം അവിടെ നടന്നു വരാറുണ്ടായിരുന്നു. നമുക്ക് ലഭിച്ചു വരുന്ന വിവരം അനുസരിച്ച് ആ ഗ്രൗണ്ടിൽ, അതായത് ഇവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ്. അതൊരു ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടാണ്, ക്ഷേത്ര മൈതാനമാണ്. അവിടെയാണ് ഈ ക്രിക്കറ്റ് മത്സരം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ കളിയിൽ പങ്കെടുക്കാനോ കളി കാണുന്നതിനോ മറ്റ് മതത്തിൽ നിന്നുള്ള ആളുകൾ എത്താത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും അറിയാതെയാണ് മാനസിക അസ്വസ്ഥം കൂടെയുള്ള അഷ്റഫ് അവിടേക്ക് എത്തിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഈ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരാനുണ്ട്. നാട് മുഴുവൻ ഞെട്ടലാണ്. ഒരു മാനസിക അസ്വാസ്ഥ്യമുള്ള യുവാവാണിപ്പോൾ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായിരിക്കുന്നത്. പലപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരം ആക്രമണങ്ങൾ പതിവായി കാണാറുണ്ട്. കേരളത്തിൽ അത്ര പതിവുള്ളതല്ല. പക്ഷേ അത് മംഗലാപുരത്ത് സംഭവിച്ചിരിക്കുന്നു. ഒരു മലയാളിക്ക് അത് സംഭവിച്ചിരിക്കുന്നു. നിഖിൽ അളവൂറാണ് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.